പശ്ചിമേഷ്യയിലെ കരുത്തുറ്റ സൈനിക ശക്തി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇസ്രായേൽ ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. തന്റെ ശത്രുവായ ഇറാന്റെ തൊട്ടടുത്ത് ചെന്ന് സുരക്ഷാ കവചം തീർക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമം ഒടുവിൽ അവർക്ക് തന്നെ വലിയൊരു കെണിയായി മാറുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോക രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. സ്വന്തം കുഴി തന്നെ തോണ്ടുക എന്ന പഴഞ്ചൊല്ലിനെ അനർത്ഥമാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇറാഖിന്റെ മണ്ണിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാഖിന്റെ പടിഞ്ഞാറൻ മരുഭൂമിയിൽ മേഖലയിൽ ഇസ്രായേൽ അതീവ രഹസ്യമായ ഒരു സൈനിക താവളം സ്ഥാപിച്ചിരിക്കുകയാണ്. 2026 ഫെബ്രുവരിയിൽ ഇറാനെതിരെ അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ അനധികൃത ഔട്ട്പോസ്റ്റ് നിർമ്മിക്കപ്പെട്ടത്. അമേരിക്കയുടെ പൂർണ്ണമായ അറിവോടെയും പിന്തുണയോടെയുമായിരുന്നു ഈ നീക്കം. ഇറാഖ് എന്ന പരമാധികാര രാഷ്ട്രത്തിന്റെ മണ്ണിൽ മറ്റൊരു അയൽ രാജ്യത്തിനെതിരായ യുദ്ധത്തിലൂടെ ലോഞ്ചിങ് പാഡായി ഉപയോഗിക്കുക വഴി അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തുകയാണ് ഇസ്രായേൽ ചെയ്തത്. ഈ താവളം വെറും ഒരു സൈനിക ക്യാമ്പ് മാത്രമല്ല, ഇസ്രായേലിന്റെ പ്രത്യേക സേനയ്ക്ക് വ്യോമസേനയ്ക്ക് വേണ്ടിയുള്ള ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇറാനെതിരായ വ്യോമാക്രമണങ്ങളിൽ പങ്കെടുക്കുന്ന യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനും തകർന്നു വീഴുന്ന പൈലറ്റുമാരെ രക്ഷപ്പെടുത്താനും രഹസ്യ നിരീക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഈ കേന്ദ്രം ഉപയോഗിക്കുന്നു. ഇവിടെയാണ് ഇസ്രായേലിന് തന്ത്രപരമായി പിഴവ് സംഭവിക്കുന്നത്. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ തിരഞ്ഞെടുത്ത ഇറാഖ് മണ്ണിൽ അമേരിക്കൻ അധിനിവേശ കാലത്തെ പോലെയുള്ള ഒരു ശൂന്യ പ്രദേശമല്ല. അവിടെ ഇറാനുമായി ആശയപരമായും സൈനികപരമായും അങ്ങേറ്റം അടുത്ത ബന്ധമുള്ള ആയുധ സംഘങ്ങളും പ്രതിരോധ ശൃംഖലകളും ശക്തമായി നിലനിൽക്കുന്നു. ഇറാഖിലെ വിവിധ ഭാഗങ്ങളിൽ സ്വാധീനമുള്ള ഷിയ പ്രതിരോധ ഗ്രൂപ്പുകൾ ഇസ്രായേലിന്റെ ഏത് നീക്കത്തെയും നിരീക്ഷിക്കാൻ പ്രാപ്തിയുള്ളവരാണ്. ഹദീബ്, ഹിസ്ബുള്ള, ഹരകത്ത് അൽ നുജബ, ബദർ ഓർഗനൈസേഷൻ തുടങ്ങിയ ഗ്രൂപ്പുകൾ വർഷങ്ങളായി മേഖലയിൽ ഇസ്രായേൽ അമേരിക്കൻ സാന്നിധ്യത്തിനെതിരെ പോരാടുന്നവരാണ്. ഇറാന്റെ സ്വാധീന വലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇറാനെ തന്നെ വെല്ലുവിളിക്കുമ്പോൾ അത് തിരിച്ചടിക്കാനുള്ള സുവർണ അവസരമാണ് ഇസ്രായേൽ ശത്രുക്കൾ നൽകുന്നത്. ഈ രഹസ്യ താവളം ഒരിക്കൽ വെളിപ്പെട്ടാൽ അത് ഇസ്രായേലിന്റെ സുരക്ഷാ കേന്ദ്രമാകുന്നതിന് പകരം പ്രത്യാക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യബിന്ദുവായി മാറും. ഈ അതീവ രഹസ്യ നീക്കം പുറത്തു വന്നത് തികച്ചും അപ്രതീക്ഷിതമായാണ്. 2026 മാർച്ച് ആദ്യവാരം മരുഭൂമിയിലെ അടുകളെ മേയ്ക്കാൻ പോയൊരു പ്രാദേശിക ഇടയൻ സംശയാസ്പദമായ ഹെലികോപ്റ്റർ ചലനങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയും വിവരം അറിയിക്കുകയും ചെയ്തു. ഇറാഖ് സൈന്യം ഈ പ്രദേശത്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. അന്വേഷണത്തിനെത്തിയ ഇറാഖ് സൈന്യത്തിന് നേരെ ഇസ്രായേൽ നേരിട്ട് വ്യോമാക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ ഒരു ഇറാഖി സൈനികർ കൊല്ലപ്പെടുകയും ബാക്കിയുള്ളവർക്ക് പിന്മാറേണ്ടി വരികയും ചെയ്തു. സ്വന്തം രാജ്യത്തിന്റെ മണ്ണിൽ നിയമാനുസൃതമായി അന്വേഷണം നടത്തിയ സൈന്യത്തിനുമേൽ വിദേശ ശക്തി ആക്രമണം നടത്തിയത് ഇറാഖിന്റെ രാഷ്ട്രീയ സൈനിക വൃന്ദങ്ങളിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. ഇറാഖിന്റെ ജോയിന്റ് ഓപ്പറേഷൻസ് കമാൻഡിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ഗൈസ് അൽ മുഹമ്മദാവി വ്യക്തമാക്കിയത് പാർട്ടിയുടെ അറിവോ ഏകോപനമോ ഇല്ലാതെയാണ് ഈ സൈനിക സാന്നിധ്യം അവിടെ തുടരുന്നതെന്നാണ്. ഇത് ഇറാഖിന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ കടന്നുകയറ്റമായി ലോകരാജ്യങ്ങൾ കാണുന്നു. ഇസ്രായേലി നീക്കങ്ങൾക്ക് മറുപടിയായി ഇറാൻ തന്റെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. 2026 മെയ് മാസത്തിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറാഖ്ചി നടത്തിയ പ്രസ്താവനകൾ ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പാണ്. നയതന്ത്രത്തിന് പകരം സൈനിക സാഹസികതയാണ് അമേരിക്കയും ഇസ്രായേലും തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിൽ പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 2024 അപേക്ഷിച്ച് 120% കൂടുതൽ കരുത്തുറ്റ മിസൈൽ ശേഖരവും അത്യാധുനിക ലോഞ്ചർ സംവിധാനങ്ങളും ഇപ്പോൾ ഇറാന്റെ കൈവശമുണ്ട്. ഇറാഖിന്റെ ഈ രഹസ്യ താവളങ്ങളെക്കുറിച്ച് ഇറാൻ അനുകൂല മിലിഷ്യകൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. അത് ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കും. ഇസ്രായേൽ മണ്ണിലേക്ക് മിസൈലുകൾ അയക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ഇറാഖിനുള്ളിലെ ഈ താവളങ്ങളെ ലക്ഷ്യം വെക്കാൻ അവർക്ക് സാധിക്കും. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ഈ താവളത്തിന്റെ പ്രവർത്തനത്തെ എന്നേക്കുമായി തടസ്സപ്പെടുത്തിയേക്കാം. ഇറാഖിലെ ഈ സൈനിക നീക്കങ്ങൾ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, ഇത് ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 20%-ലധികം കടന്നു പോകുന്ന ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഇത്തരം പ്രകോപനങ്ങൾ ഹോർമോസ് കടലിടുക്ക് തടയുന്നതിലേക്ക് ഇറാനെ നയിച്ചാൽ അത് ആഗോളതലത്തിൽ വലിയ ഇന്ധന പ്രതിസന്ധിക്കും വിലക്കയറ്റത്തിനും കാരണമാകും. ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങൾ ഇതിനോടകം തന്നെ മേഖലയിൽ അസ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ പുതിയ സാന്നിധ്യം തീരെ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമാണ്. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ രൂപപ്പെടുന്നത് പഴയകാലത്തെ യുദ്ധരീതികളല്ല, ഇത് ഡ്രോൺ യുദ്ധങ്ങളുടെയും രഹസ്യ താവളങ്ങളുടെയും പ്രോക്സി മിലിഷ്യറികളുടെയും കാലമാണ്. ആ ഭൂപടത്തിൽ ഇറാഖിന്റെ മണൽപ്പരപ്പിൽ ഇസ്രായേൽ തീർത്ത ഈ രഹസ്യ കേന്ദ്രം ഒരു സുരക്ഷാ കവചമായി പ്രവർത്തിക്കുന്നതിന് പകരം ഇസ്രായേലിന്റെ ശത്രുക്കളെ ആക്രമണത്തിന് കൂടുതൽ എളുപ്പത്തിൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇസ്രായേലിന്റെ ഈ നീക്കം ദീർഘവീക്ഷണമില്ലാത്ത ഒന്നാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ശത്രുവിന്റെ കോട്ടവാതിക്കൽ ചെന്ന് താവളമിടുമ്പോൾ സ്വന്തം പ്രതിരോധത്തെക്കാൾ കൂടുതൽ ശത്രുവിനെ ആക്രമിക്കാനുള്ള അവസരമാണ് ഇസ്രായേൽ നൽകുന്നത്. ഇത് ഇസ്രായേലിന്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രപരമായി പാളിച്ചയായി മാറിയേക്കാം. ഇറാഖിലെ മണൽപ്പരപ്പിൽ ഇസ്രായേൽ സ്ഥാപിച്ച ഈ രഹസ്യ താവളം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ എന്നേക്കുമായി മാറ്റി എഴുതിയേക്കാം. ഇസ്രായേൽ തന്റെ സുരക്ഷയ്ക്കായി തീർത്ത ഈ മതിൽ നാളെ തനിക്ക് തന്നെ
ഒരു തടവറയായി മാറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇറാന്റെ കരുത്താർജിച്ച മിസൈൽ സംവിധാനങ്ങളും ഇറാഖിലെ പ്രാദേശിക മിലിഷ്യറുകളുടെ ശക്തമായ സാന്നിധ്യവും ഇസ്രയേലിന്റെ ഈ സാഹസിക നീക്കത്തെ ഒരു വലിയ പരാജയമായി മാറ്റിയേക്കാം. സ്വന്തം കുഴി തന്നെ തോണ്ടുന്ന അവസ്ഥയിലേക്ക് ഇസ്രയേൽ നീങ്ങുകയാണോ എന്നത് വരും മാസങ്ങളിലെ യുദ്ധഗതികൾ തെളിയിക്കും. പശ്ചിമേഷ്യയിൽ വീശുന്ന മണൽക്കാറ്റുകൾക്ക് ഇപ്പോൾ ചോരയുടെ ഗന്ധമുണ്ട്. അവിടെ ഇസ്രയേൽ തീർത്ത ഈ രഹസ്യ ഔട്ട്പോസ്റ്റ് വിജയത്തിന്റെ പ്രതീകമായല്ല, മറിച്ച് തന്ത്രപരമായ പിഴവിന്റെയും വരാനിരിക്കുന്ന വലിയൊരു പതനത്തിന്റെ അടയാളമായാണ് ഇന്ന് ലോകം നോക്കിക്കാണുന്നത്. ശത്രുവിനെ അടിച്ചമർത്താൻ ഇറങ്ങിയവർക്ക് ഒടുവിൽ ശത്രുവിന്റെ വലയ്ക്കുള്ളിൽ തന്നെ കുടുങ്ങിപ്പോകുന്ന കാഴ്ചയാകുമോ എന്ന് അറിയാൻ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും.